എത്ര വലിയ സ്ഥാനമാനങ്ങൾ കിട്ടിയാലും കോൺഗ്രസിനെ ചതിക്കില്ല. എളുപ്പത്തിൽ കൈപ്പിടിയിലാണ് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം കെ മഞ്ജു രാജിവെച്ചതിന് പിന്നിൽ ഒറ്റ കാരണം CPM പിന്തുണച്ചു എന്നത് മാത്രം. മഞ്ജു പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതോടെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടി ചെയ്തത്. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പാർട്ടിയെ വഞ്ചിക്കുന്ന നേതാക്കന്മാർ കണ്ടുപഠിക്കണം ഈ സാധാരണ കോൺഗ്രസ് പ്രവർത്തകയെ എന്നും പറയേണ്ടി വരും. കോൺഗ്രസിൽ നിന്ന് കൂറുമാറി LDF പിന്തുണയോടെ അഗളി പഞ്ചായത്ത് പ്രസിഡന്റായ കെ മഞ്ജുവാണ് ഇപ്പോൾ തിരിച്ച് പാർട്ടിയിലേക്ക് എത്തിയത്. എന്നും അടിയുറച്ച കോൺഗ്രസ് പ്രവർത്തകയാണെന്നും അന്നും ഇന്നും അങ്ങനെ തന്നെ ആയിരിക്കുമെന്നും രാജി പ്രഖ്യാപിച്ച ശേഷം മഞ്ജു പ്രതികരിച്ചിരിക്കുകയായിരുന്നു. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് LDF ആണ് തന്റെ പേര് നിർദ്ദേശിച്ചത്. അവർ എനിക്ക് പിന്തുണ നൽകി. എന്നാൽ കോൺഗ്രസ് പ്രവർത്തക എന്ന നിലയിൽ ആ പിന്തുണ സ്വീകരിക്കാൻ താല്പര്യപ്പെടുന്നില്ലെന്നും അതിനാൽ രാജിവെക്കുകയാണെന്നും മഞ്ജു പറഞ്ഞു. കൂറുമാറി LDF പിന്തുണയോടെ പഞ്ചായത്ത് പ്രസിഡന്റായ മഞ്ജുവിനെതിരെ കോൺഗ്രസ് നേതൃത്വവും തിങ്കളാഴ്ചയോടെ നിലപാട് മയപ്പെടുത്തിയിരുന്നു. മഞ്ജുവിന് അബദ്ധം സംഭവിച്ചതാകാമെന്നായിരുന്നു DCC പ്രസിഡന്റ് A തങ്കപ്പന്റെ പ്രതികരണം. അവർ തെറ്റ് തിരുത്തുമെന്ന് കരുതുന്നതായും അദ്ദേഹം തിങ്കളാഴ്ച പറഞ്ഞിരുന്നു. ഇതിനു പിന്നാലെയാണ് കെ മഞ്ജു പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത്. അഗളി പഞ്ചായത്തിൽ ശനിയാഴ്ച നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിത ട്വിസ്റ്റിലാണ് മഞ്ജു തെരഞ്ഞെടുക്കപ്പെട്ടത്. അഗളി പഞ്ചായത്തിലെ 21 സീറ്റിൽ UDF 10, LDF 9, BJP 2 എന്നിങ്ങനെയാണ് കക്ഷിനില. ഇതിനു പിന്നാലെയാണ് മഞ്ജുവിനെ CPM പിന്തുണച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കിയത്. ഈ സ്ഥാനം വലിച്ചെറിഞ്ഞ് മഞ്ജു വരുമ്പോൾ കൈയടിക്കുകയാണ് സാധാരണ പാർട്ടി പ്രവർത്തകർ. ശനിയാഴ്ച 10 മണിയോടെ UDF അംഗങ്ങൾ അഗളി കോൺഗ്രസ് ഓഫീസിൽ നിന്ന് പഞ്ചായത്തിലെത്തിയിരുന്നു. മഞ്ജു ഉൾപ്പെടെ 10 അംഗങ്ങളാണ് എത്തിയത്. 10:15-ന് LDFന്റെ 9 അംഗങ്ങളും പഞ്ചായത്തിലെത്തി. 10:20-ന് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനുള്ള നടപടികൾ ആരംഭിക്കുകയായിരുന്നു. ആദ്യം UDFലെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ഷിബു സിറിയക്കിന്റെ പേര് UDF അംഗം നിർദ്ദേശിച്ചു. പിന്നീട് മുൻ CPM ഏരിയ സെക്രട്ടറി ജെല്ലിപ്പാറയിൽ നിന്ന് വിജയിച്ച CP ബാബു LDF സ്ഥാനാർത്ഥിയായി മഞ്ജുവിന്റെ പേര് നിർദ്ദേശിക്കുകയായിരുന്നു. UDF ഒട്ടും പ്രതീക്ഷിക്കാത്ത നീക്കമായിരുന്നു ഇത്. വോട്ടെടുപ്പിൽ 10 വോട്ട് മഞ്ജുവിന് ലഭിച്ചു. ഷിബു സിറിയക്കിന് 9 വോട്ടും ലഭിച്ചു. BJPയുടെ 2 അംഗങ്ങളുടെ വോട്ട് അസാധുവാക്കി തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിന്നു. ഇതോടെ മഞ്ജുവിനെ അഗളി പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കുകയായിരുന്നു. UDFന് പഞ്ചായത്തിലെ ഭരണവും നഷ്ടമായ നടപടിയാണ് CPMൽ നിന്നുണ്ടായത്. മഞ്ജു കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി കൈപ്പത്തി അടയാളത്തിൽ അഗളി പഞ്ചായത്തിൽ 20-ാം വാർഡിലാണ് മത്സരിച്ച് വിജയിച്ചിരുന്നത്. LDF ഘടകകക്ഷിയായ NCPക്കായിരുന്നു ഇവിടെ സീറ്റ് നൽകിയത്. അട്ടപ്പാടി മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിന്ധു ബാബു ആയിരുന്നു LDF സ്ഥാനാർത്ഥി. 115 വോട്ടിനാണ് CPM കോട്ടയിൽ മഞ്ജു വിജയിച്ചത്. വെള്ളിയാഴ്ച മഞ്ജുവിന് വിപ്പ് നൽകിയിരുന്നതായും ഒപ്പിട്ട് വാങ്ങിയതായും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞിരുന്നു. മഞ്ജുവിനെ കൂറുമാറ്റ നിയമപ്രകാരം അയോഗ്യയാക്കാനുള്ള നടപടി ആരംഭിച്ചതായും കോൺഗ്രസ് നേതൃത്വം അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് കോൺഗ്രസ് മതി, പ്രസിഡന്റ് സ്ഥാനം വേണ്ടെന്ന് പറഞ്ഞ് മഞ്ജു രംഗത്ത് വന്നത്. എന്തായാലും മഞ്ജു രാജിവെച്ചതോടെ അഗളിയിൽ UDF തന്നെ ഭരണത്തിലെത്തുവാനുള്ള സാധ്യതകൾ ഇരട്ടിയായി കഴിഞ്ഞിട്ടുണ്ട്. പല പഞ്ചായത്തുകളിലും നേരിയ മാർജിനിൽ തോറ്റ CPM കോൺഗ്രസ് നേതാക്കളെ ചാക്കിട്ട് പിടിച്ച് ഭരണം ഉറപ്പിക്കാനുള്ള നെട്ടോട്ടമാണ് നടത്തുന്നത്.